നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജിക്കൽ തോട്ട്സ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ചർച്ച ചെയ്യുന്നത്. ഈ യൂണിറ്റിന്റെ പേര് സോഷ്യോളജിക്കൽ തിയറീസ്, മീനിങ്, ഇമ്പോർട്ടൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമുക്കറിയാം സോഷ്യോളജിക്കൽ തോട്ട്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, മീനിങ്ങും നേച്ചറും അതും അതിന്റെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. സാമൂഹിക സിദ്ധാന്തങ്ങൾ, അർത്ഥവും പ്രാധാന്യവും, മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓർ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ഈ സാമൂഹിക സിദ്ധാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ? സാമൂഹിക സിദ്ധാന്തങ്ങളുടെ അർത്ഥം എന്താണെന്ന് നോക്കാം. സാമൂഹിക സിദ്ധാന്തങ്ങൾ ആധുനിക സമൂഹത്തെ മനസ്സിലാക്കുന്നതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള ശ്രമങ്ങളെ, ഒരു എഫേർട്ടിനെ നമുക്ക് സോഷ്യോളജിക്കൽ തോട്ട്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇത് വ്യക്തികൾക്കിടയിലുള്ള അല്ലെങ്കിൽ വ്യക്തികളുടെ ഇടയിലെ പാരസ്പര്യത്തിൽ അല്ലെങ്കിൽ പരസ്പരമായിട്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങളെയും സമൂഹത്തിന്റെ സ്ട്രക്ചർ, സാമൂഹിക സ്ഥാപനങ്ങൾ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ സോഷ്യൽ വാല്യൂസ്, അതിന്റെ പാരമ്പര്യങ്ങള്, ഇത്തരം കാര്യങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഒരു നടത്തുന്ന സാമൂഹിക പഠനത്തെയാണ് നമുക്ക് സോഷ്യോളജിക്കൽ തോട്ട്സ് എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ നമ്മൾ ഈ മുകളിൽ പറഞ്ഞ പ്രതിപാദിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിശകലനം ചെയ്യുന്നതിന് സോഷ്യോളജിക്കൽ തോട്ട്സ് സഹായകമാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് സാമൂഹ്യ ശാസ്ത്രജ്ഞർ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള സിദ്ധാന്തങ്ങളെയാണ് നമ്മൾ സാമൂഹിക സിദ്ധാന്തങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തില് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് സോഷ്യോളജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പഠിച്ചിട്ടുള്ള കുറെ എലമെന്റ്സ് ഉണ്ട് അല്ലെ. സോഷ്യൽ റിലേഷൻസ്, സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെ വരുന്ന കാര്യങ്ങളെയൊക്കെ തന്നെ അതിന്റെ പാരസ്പര്യത്തെയും ബന്ധത്തെയും ഒക്കെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇന്റർപ്രിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാമൂഹ്യ ശാസ്ത്രജ്ഞർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സിദ്ധാന്തങ്ങളെയാണ് നമ്മൾ സോഷ്യോളജിക്കൽ തോട്ട്സ്, സിദ്ധാന്തങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ പറഞ്ഞാല് ഒരു സമൂഹം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ സിസ്റ്റം, അതിലെ വ്യത്യസ്ത ഘടകങ്ങൾ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്, ആ ഓരോ ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് പോലെ തന്നെ വ്യത്യാസങ്ങൾ എന്താണ് എന്നും ഒക്കെ പഠിക്കുന്നതിനെയാണ് നമ്മൾ വേണ്ടിയിട്ടാണ് ഏറ്റവും സിമ്പിൾ ആയി പറഞ്ഞാൽ ഈ സോഷ്യോളജിക്കൽ തോട്ട്സ് ഉപകരിക്കുന്നത്. ഇനി സോഷ്യോളജിക്കൽ തോട്ട്സിന്റെ പ്രാധാന്യങ്ങൾ നമുക്കിങ്ങനെ അക്കമിട്ട് പറയാം. ആദ്യമായിട്ട് സമൂഹത്തെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ സമൂഹത്തെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ സമൂഹത്തെ നമുക്കൊരു വ്യക്തിയോട് ഉപമിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു എക്സ്റ്റേണൽ സ്ട്രക്ചർ ഉണ്ട്. നമുക്കൊരു ഹ്യൂമൻ സ്കെലട്ടൻ ഉള്ളതുപോലെ അല്ലെങ്കിൽ നമുക്കൊരു അനാട്ടമി ഉള്ളതുപോലെ തന്നെ ഒരു സൊസൈറ്റിക്കും എന്തുണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ അതിന്റെ ഘടനയെ കുറിച്ച് ഇപ്പൊ കുടുംബം, വിദ്യാഭ്യാസം, ബന്ധുത്വം, മാരേജ്, ഇങ്ങനെയുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇത് ചേരുന്നതാണ് ആ ഒരു സൊസൈറ്റിയുടെ ബോഡി എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ആ ബോഡിയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സോഷ്യൽ തോട്ട്സ് ഉപകരിക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് അത് തന്നെയാണ്. ഇനി രണ്ടാമത്തത് നമുക്കറിയാം സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട് അല്ലെ. ഈ സോഷ്യൽ പ്രോബ്ലംസിനെ അനലൈസ് ചെയ്യുകയും അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുകയും അതിന് ഒരു ഒരു റെമഡി അല്ലെങ്കിൽ ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നതിനും ഒക്കെ നമുക്ക് ഈ സോഷ്യൽ തോട്ട്സ് ഉപകരിക്കും. അപ്പൊ ചൂഷണം ചെയ്യപ്പെടുന്നത്, അധിനിവേശങ്ങള്, ഇതിനെയൊക്കെ ചെറുക്കുന്നതിനൊക്കെ ആയിട്ട് ഈ ഭാവിയില് നയങ്ങൾ ആവിഷ്കരിക്കാനൊക്കെ ഈ ഒരു സോഷ്യോളജിക്കൽ തോട്ട്സ് സഹായിക്കുന്നുണ്ട്. ഇനി പൊതുപ്രവർത്തനങ്ങൾക്ക് ഒരു ദിശ നൽകാൻ, ഒരു ഓറിയന്റേഷൻ നൽകാൻ, ഒരു ഡയറക്ഷൻ നൽകാനെല്ലാം ഈ സോഷ്യോളജിക്കൽ തോട്ട്സ് ഉപകരിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിന്റെ ഒക്കെ പ്രവർത്തനം ഈ രീതിയിലാണ്. ഇനി ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനത്തിന് അടിത്തറയൊരുക്കുന്നു എന്നുള്ളതാണ് ഈ സോഷ്യോളജിക്കൽ റിസർച്ചുകൾ. അതിന്റെ കൺക്ലൂഷൻസിൽ എത്തിച്ചേരാൻ, അതിൽ ചില ഹൈപ്പോത്തിസിസ് രൂപപ്പെടുത്തുന്നതിനൊക്കെ നമുക്ക് ഈ ഒരു സോഷ്യോളജിക്കൽ തോട്ട്സ് ഉപകരിക്കുന്നുണ്ട്. ഇനി സാമൂഹിക മാറ്റങ്ങള്
പലതരത്തിലുള്ള സോഷ്യൽ ചേഞ്ചസ് സമൂഹത്തിൽ ഒക്കർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാരണങ്ങൾ, സ്വഭാവം, ദിശ, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായകമാവുന്നുണ്ട്. ഇനി വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, പേഴ്സ്പെക്റ്റീവ്സ്, അപ്രോച്ചസ് ഒക്കെ സോഷ്യോളജിയിലുണ്ട്. അപ്പോൾ ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ചസിനെ കുറിച്ച് പഠിക്കാനും സോഷ്യോളജിക്കൽ സ്റ്റഡീസ് സഹായകമാണ്. ഇനി നമുക്ക് ഇതിന്റെ ചില എക്സാമ്പിൾസ് നോക്കാം. കാൾമാക്സിന്റെ കോൺഫ്ലിക്റ്റ് തിയറി. കാൾമാക്സിന്റെ പൊതുവെ എല്ലാ തിയറികളിലും പറയുന്നത് ഇക്കണോമിക് മീൻസ് ആണ് സോഷ്യൽ ചേഞ്ചിന് കാരണം എന്നാണ് അദ്ദേഹത്തിന്റെ തിയറികൾ പറയുന്നത്, അല്ലെ. ഇനി എമിലി ഡർക്കീമിന്റെ ഫങ്ഷണലിസം, സൊസൈറ്റി ഒരു വ്യൂഹമായിട്ട് അല്ലെങ്കിൽ ഒരു സംവിധാനമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്, അത് വേറെ ഒരു കാഴ്ചപ്പാടാണ്, അല്ലെ. കാൾമാക്സിന്റെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇനി മാക്സ് വെബർ വ്യക്തികളുടെ ആശയങ്ങൾക്കും അർത്ഥങ്ങൾക്കും ഒക്കെയാണ് ഇദ്ദേഹം അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇദ്ദേഹം പഠനം നടത്തുന്നത്. നോക്കൂ, 3 സ്ട്രീമും 3 വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് കൊണ്ടുവരുന്നത്. ഇനി നമ്മളിവിടെ അപ്പോൾ ഇതാണ് ഈ ഒരു ഇമ്പോർട്ടൻസ്, സോഷ്യോളജിക്കൽ തോട്ട്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. 2 തരത്തിൽപ്പെട്ട സോഷ്യോളജിക്കൽ തോട്ട്സ് ഉണ്ട്. നോർമേറ്റീവും നോൺ നോർമേറ്റീവും ആയിട്ടുള്ള സോഷ്യോളജിക്കൽ തിയറീസ് ഉണ്ട്. അപ്പോൾ അതില് എന്താണ് നോർമേറ്റീവ് ആൻഡ് നോൺ നോർമേറ്റീവ് സോഷ്യോളജിക്കൽ തിയറീസ് എന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ആദ്യമായിട്ട് നോർമേറ്റീവ് സോഷ്യൽ തിയറീസ് ആണ്. നോർമേറ്റീവ് സോഷ്യൽ തിയറി എന്നതിന്റെ അർത്ഥം സമൂഹം എങ്ങനെ ആകേണ്ടതുണ്ട് എന്നതിനെ കുറിച്ച് ആണ് ഈ നോർമേറ്റീവ് സോഷ്യൽ തിയറിയിൽ പഠിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ചില മൂല്യങ്ങള്, നന്മയുടെ, അതുപോലെ നീതിയുടെ, സ്വാതന്ത്ര്യബോധത്തിന്റെ, ഇങ്ങനെയൊക്കെയുള്ള ചില വാല്യൂസ് ഉണ്ട്, അല്ലെ. ഈ വാല്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നോർമേറ്റീവ് സ്റ്റഡീസ് നടക്കുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക, നോർമേറ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത് അത് മൂല്യാധിഷ്ഠിതമായിട്ട് നടക്കുന്ന പഠനങ്ങളാണ്. ഇനി അതുപോലെ തന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതില് ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയൻ സ്റ്റഡി അവിടെ നടക്കുന്നുണ്ട്, ഒരു മാനദണ്ഡമുള്ള ഒരു പഠനം നടക്കുന്നുണ്ട്. അതുപോലെ സമൂഹത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, നീതി, അപ്പൊ അത് സാംസ്കാരികമായിട്ടുള്ള ഒരു പഠനമായിട്ട് അല്ലെങ്കിൽ സംസ്കാരവുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പഠനമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സൊസൈറ്റിയെ ഒരു ഐഡിയൽ സൊസൈറ്റി ആക്കി മാറ്റുന്നതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്നത് ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കാൾമാക്സിന്റെ സിദ്ധാന്തങ്ങൾ തന്നെ ഒരു സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് കൊണ്ടുവരുന്നതിന് ഹ്യൂമൻ ഈ ഇക്കണോമിക് മീൻസിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഈ ഇക്കണോമിക് മീൻസിൽ മാറ്റം വരുത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സാമൂഹിക നീതി കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗവും ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗവും ഉണ്ട്. അപ്പൊ അതൊരു ഇക്വിറ്റബിൾ അല്ല, അല്ലെ. അതില് ജസ്റ്റിസ് ഇല്ല, നീതിയില്ല. അപ്പൊ നീതിയിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു ആശയം ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പൊ സാമൂഹിക നീതിക്കായിട്ടുള്ള ജോൺ റോൾസിന്റെ സിദ്ധാന്തങ്ങളും ഒക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി നോൺ നോർമേറ്റീവ് തിയറികളെ അതിനെ നമുക്ക് പോസിറ്റിവിസ്റ്റ് എന്നും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് തിയറീസ് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും. അപ്പൊ നോൺ നോർമേറ്റീവ് സിദ്ധാന്തം എന്ന് പറയുന്നതിന് സമൂഹം നിലവിൽ വന്നതിനെ കുറിച്ചും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചുമാണ്. അത് ഒരു വിശദീകരണമാണ്, അല്ലാതെ ഒരു വിലയിരുത്തലല്ല, ഒരു ഇവാലുവേഷൻ അല്ല അവിടെ സംഭവിക്കുന്നത്. അവിടെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. നമ്മൾ ആദ്യത്തെ നോർമേറ്റീവ് സ്റ്റഡീസിൽ കുറച്ചുകൂടി മൂല്യാധിഷ്ഠിതമായിരുന്നു, എന്നാൽ ഇവിടെ തത്വാധിഷ്ഠിതമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ വസ്തുനിഷ്ഠമായിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, വസ്തുതകൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പഠനമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി ഇതിനൊരു ഇവാലുവേറ്റീവ് നേച്ചർ ഇല്ല, അതിനൊരു എന്താണ് ഒരു ഇവാലുവേറ്റ് ചെയ്യാനൊന്നും തുനിയുന്നില്ല എന്നതും മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിലവിലെ യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് സാമൂഹിക ഘടനയും ബന്ധങ്ങളും എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ മൂല്യപരമായിട്ടുള്ള നിലപാടുകളൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല എന്ന് ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കുക. അപ്പൊ ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഒന്ന് മൂല്യാധിഷ്ഠിതമാണ്, ഏതാണ്? നോർമേറ്റീവ്, അല്ലെ. എന്നാൽ നോൺ നോർമേറ്റീവ് മൂല്യാധിഷ്ഠിതം അല്ല. ഇങ്ങനെയാണ് നിങ്ങൾ അതിനെ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ അതിന് ഫങ്ഷണലിസം ഒക്കെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് സാധിക്കും. എന്താ ഫങ്ഷണലിസം? നമ്മുടെ ബോഡിയിൽ ഓരോ ഓർഗൻസിന് ഓരോ ഫങ്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ സൊസൈറ്റിക്ക് ഒരു ഹ്യൂമൻ ബോഡി പോലെയാണെങ്കിൽ സൊസൈറ്റിക്കും ഓരോ ഓർഗൻസ് ഉണ്ടെന്നും ഈ ഓർഗൻസിനൊക്കെ എന്തുണ്ട്?
ഓരോ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. ഇതാണ് ഫങ്ഷനിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓരോ ബോഡി പാർട്സും അതിന്റെ ഫങ്ഷൻസ് കൃത്യമായിട്ട് ചെയ്താലാണ് ഈ നമ്മുടെ ബോഡി എന്ന ഈ ഒരു മെക്കാനിസം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത്, ഒരു സിസ്റ്റം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സൊസൈറ്റിയിലെ ഓരോ ഓർഗൻസും കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന സമയത്താണ് ആ സൊസൈറ്റി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. ഇത് തന്നെയാണ് ഫങ്ഷണലിസം പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള ഡാറ്റ അനാലിസിസുകളും കേസ് സ്റ്റഡീസും ചില ഇൻവെന്ററികളൊക്കെ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നും കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ നോർമേറ്റീവ് നോൺ നോർമേറ്റീവ് സ്റ്റഡീസിന്റെ ഒരു കമ്പാരിസൺ നടത്തി നോക്കാം. ഈ നോർമേറ്റീവ് സ്റ്റഡീസിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇവാലുവേറ്റീവ് സ്റ്റഡീസ് ആണ് നടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇങ്ങനെ സംഭവിക്കുന്നത്, അതിന്റെ സ്വഭാവം, അതിന്റെ വിലയിരുത്തൽ, അപ്പൊ വിലയിരുത്തലുകളോട് കൂടിയ ഒരു പഠനമാണ് നടക്കുന്നത്. ഒരു സമൂഹം എങ്ങനെയാകണം, എന്തായിരിക്കണം അതിന്റെ ലക്ഷ്യം എന്നൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. എന്നാല് നോൺ നോർമേറ്റീവ് സ്റ്റഡീസിൽ ഇങ്ങനെ പഠിക്കുന്നില്ല, ഒരു ഇവാലുവേറ്റീവ് ലെവലിൽ പഠിക്കുന്നില്ല. മറിച്ച് എന്താ ചെയ്യുന്നത്, കൃത്യമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് ഒരു ഒബ്ജക്റ്റീവ് ബേസ്ഡ് സ്റ്റഡിയാണ് നടത്തുന്നത്. അപ്പോൾ ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. നമ്മളിവിടെ സോഷ്യൽ തിയറീസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.